ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ രുചികരവുമായ ഒരു മീൻ വിഭവമാണ്. വാഴയിലയിൽ പൊള്ളിച്ച മീൻ, അല്ലെങ്കിൽ ഫിഷ് റോസ്റ്റഡ് ഇൻ ബനാന ലീഫ്. ഇത് സാധാരണയായി കരിമീൻ, വെളുത്താകോലി, നെയ്മീൻ തുടങ്ങിയ മീൻ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആഗോലി വെറൈറ്റി ആയിട്ടുള്ള യെല്ലോ പോംഫ്രറ്റ് കൊണ്ടാണ്. ഈ വിഭവം 3 സ്റ്റെപ്പിലായിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് മീൻ മസാലയിൽ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഉള്ളിയും തക്കാളിയും ചേർത്ത മസാല തയ്യാറാക്കി വാഴയിലയിൽ മീൻ പൊതിഞ്ഞിട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. മീനിൽ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ലൈമിൻ്റെ ജ്യൂസ്, 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ എണ്ണ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മീനിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർക്കാം, ആ പേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെറ്റാക്കാൻ വേണ്ടി. ഇതാണ് യെല്ലോ പോംഫ്രറ്റ്. ഇത് ഏകദേശം 500 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വരഞ്ഞാണ് വെച്ചിരിക്കുന്നത്. മസാല നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു. ഇനി അതൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇതിനെ വറുത്തെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 മീഡിയം ഓണിയൻ, ഇത് സ്വീറ്റ് ഒണിയനാണ്. നിങ്ങൾക്ക് റെഡ് ഒണിയൻ വേണമെങ്കിലും എടുക്കാം. ഇത് ഏകദേശം 300 ഗ്രാമോളം ഉണ്ട്. 2 ടൊമാറ്റോസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ഇത് 250 ഗ്രാം ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ഈക്വലായിട്ട് എടുത്തതാണ്, 30 ഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണ്. ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂണ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഉപ്പ്, അല്പം ഗരം മസാലയും ഉലുവാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. രണ്ടും കൂടെ ചേർന്ന് ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. കറിവേപ്പില വളരെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഇത്രയും ചേർത്തിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് ചൂടായി. അതിലേക്ക് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുകയാണ്. ഉള്ളി ഏകദേശം സോഫ്റ്റായി, 1/4 ഭാഗം വഴണ്ട് കഴിഞ്ഞ്. ഇത് സ്വീറ്റ് ഒണിയൻ ആയതുകൊണ്ട് അധികം കളറ് വരില്ല. അതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് ഇളക്കുകയാണ്. പച്ചമുളകൊന്ന് വാടിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തീ കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് ഇളക്കുക, മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തീ കൂട്ടിയിട്ടിട്ട് ഇളക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർത്ത് ഇളക്കുകയാണ്. അതോടൊപ്പം ഉലുവാപ്പൊടിയും അല്പം ഇറച്ചി മസാലയും കൂടെ മിക്സ് ചെയ്തിരുന്നു, അതും ചേർക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ചോപ്പ് ചെയ്ത കറിവേപ്പിലയും ചേർക്കുകയാണ്. മസാലയ്ക്ക് ഉപ്പ് ഒരല്പം കുറവുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ തവ അടുപ്പത്ത് വെച്ചു. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ട. എണ്ണ ചൂടായി, ഞാൻ മീൻ അതിലേക്ക് ഇടുകയാണ്. ഏകദേശം ഒരു വശം മൂത്തു. ഞാനിതിനെ ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഇത് ഇത്തിരി ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് ചെറിയ തീയിൽ കുറച്ച് കൂടുതൽ സമയം എടുത്ത് വേണം ഫ്രൈ ചെയ്യാൻ. മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. പൊതിയാനുള്ള വാഴയില വാട്ടിയെടുത്തു. അതിലേക്ക് ഞാൻ മസാല നിരത്തുകയാണ്. വാഴയിലയിൽ നിരത്തിയ മസാലയുടെ മുകളിൽ വറുത്ത മീൻ വെച്ചു. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മസാല മുഴുവൻ സ്പ്രെഡ് ചെയ്ത് പൊതിയുകയാണ്.
വാഴയില രണ്ട് വശത്തുനിന്നുമായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. ഇനി ഇതിനെ വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ കെട്ടുകയാണ്. പൊള്ളിച്ചെടുക്കാൻ ഇത് റെഡിയായിരിക്കുകയാണ്. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഒരല്പം എണ്ണ ഒഴിച്ചൊന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഞാൻ മീൻ ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരടപ്പിട്ട് അടയ്ക്കുകയാണ്. ഇപ്പം ഞാൻ അല്പം തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അല്പം കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം ബേക്ക് ചെയ്യുന്ന പോലെ അതിൻ്റെ ചൂടൊക്കെ ഇലയ്ക്കകത്തൂടെ അകത്ത് ചെന്ന് നന്നായിട്ട് മസാലയും മീനും കൂടെ ചേർന്ന് പിടിക്കാൻ വേണ്ടി സമയം കൊടുക്കണം. ഇപ്പോൾ 4-5 മിനിറ്റായി ഒരു വശം ബേക്ക് ചെയ്യുമായിരുന്നു. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എടുത്ത് മാറ്റാം. ഏകദേശം 10 മിനിറ്റോളമായി ചെറിയ തീയിൽ ഇത് ബേക്ക് ചെയ്യുന്നു. ഞാനിനി ഇതിനെ പാനിനകത്തുനിന്ന് മാറ്റുകയാണ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. വാഴയിലയുടെ മണവും മസാലയുടെ മണവും മീനിൻ്റെ മണവും ഒക്കെ നന്നായിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ തുറന്ന് കാണാം. നല്ല ചൂടാണ്. നാട്ടിൻപ്രദേശത്ത് പണ്ട് കാലത്ത് കുരുമുളകൊക്കെ അരച്ച് തേച്ച മത്തി വാഴയിലയിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കാറുണ്ടായിരുന്നു. അതായിരുന്നു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഇപ്പോൾ ഇതിന് റെസ്റ്റോറൻറ്റ്സിലൊക്കെ വളരെ പോപ്പുലാരിറ്റി ഉണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫിഷ് വളരെ സോഫ്റ്റാണ്. അത് അതിൻ്റെ മസാലയും എല്ലാം കൂടെ വളരെ രുചികരമാണ് ഇത് കഴിക്കാൻ. നിങ്ങളിത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷനാണ്. അഭിപ്രായങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.